ഇന്നുണ്ടല്ലോ ഇതിപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് തോന്നിയില്ലേ? അതിൻ്റെ ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗ്രോസറീസൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കളറായ ഗ്രീൻ കണ്ടപ്പോൾ, അതും ഗ്രീൻ കളറിലുള്ള കടല കണ്ടപ്പോൾ വളരെ സന്തോഷത്തിൽ ഞാൻ പറക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് പിറ്റേ ദിവസം അത് നമ്മൾ വേവിക്കാൻ വേണ്ടി കുക്കറിലിട്ട് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് ഞാൻ തൊട്ട് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ തൊട്ട് പുരട്ടി ഉണ്ടാക്കാനായിട്ട് തലേദിവസം അരി വെള്ളത്തിലിട്ടത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ പിറ്റേ ദിവസം അരയ്ക്കുമ്പോൾ അതിലേക്ക് നാളികേരവും ഉള്ളിയും ജീരകവും പിന്നെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് ചോറ്, തലേദിവസത്തെ ചോറാണ്, അതൊന്ന് കഴുകിയെടുത്ത് അതും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കാം. ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് ഞാനത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് അത് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അധികം കട്ടിയില്ലാണ്ട് ഉണ്ടാക്കാറ്. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ അച്ചയ്ക്ക് കട്ടിയുള്ളത് ഉണ്ടാക്കും, പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾക്കൊക്കെ എന്താ പറയുക, നൈസായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കും, കട്ടി കൂട്ടിയും കട്ടി കുറച്ചും. അപ്പോൾ ഞാനിവിടെ ഈ നീർദോശയും ഇത് ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു അമ്മാവൻ്റെ മോനായിട്ട് വരും. അപ്പോൾ അതിൻ്റെത് അങ്ങനെ ഉണ്ടാക്കി എനിക്കിപ്പോൾ ഇങ്ങനെ കട്ടി കുറച്ച് ഇതുപോലെ ഇതുണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് വിശദമായിട്ട് കാണിക്കാനില്ല, ഇഷ്ടംപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പച്ചക്കുട്ടനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഒന്ന് കറക്കിയെടുത്തു മിക്സിയുടെ ജാറിൽ. എന്നിട്ട് അത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ വെന്ത് വന്നപ്പോൾ അത് ആൾ മാറിയിട്ടോ. ഇതിപ്പോൾ ഈ ഡോക്ടർ പശുപതിയിൽ പശുവിനെ കുളിപ്പിച്ചപ്പോഴുള്ള അവസ്ഥയായി തോന്നുന്നു. എനിക്കറിയില്ല, എന്നെ പറ്റിച്ചതാണോ അതോ ഇങ്ങനെ തന്നെയാണോ ഇതൊന്നും പിടുത്തമില്ല. ഞാൻ പക്ഷേ വീഡിയോ കണ്ടപ്പോൾ അതിലൊക്കെ പച്ചക്കളർ കടൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊന്നും ഞാൻ കണ്ടില്ല അത് വേവിച്ചപ്പോൾ ആൾ മാറിയോ എന്നുള്ളത് കേട്ടോ. എന്തായാലും അതിലേക്കായിട്ടാണ് ഞാൻ ഇതും കൂടി അരച്ചെടുക്കുന്നത്. അതായത് തക്കാളി, മല്ലിയില, അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി അരച്ചിട്ട് ഞാൻ ഈ ഒരു ഉള്ളിയൊക്കെ വഴറ്റിയില്ലേ, അത് വഴന്ന് വന്നപ്പോൾ അതിലേക്കാണ് ചേർത്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് കടല ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അതിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ മസാല അങ്ങനെ ചേർക്കാറില്ലെങ്കിൽ കൂടി ഞാൻ ഇപ്രാവശ്യം അത് ചേർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഗരം മസാല ഒക്കെ ചേർക്കാറുണ്ട്, ഇപ്രാവശ്യം അങ്ങനെ ഇരുന്നോട്ടെ. എന്നാലും കണ്ടില്ലേ നമ്മുടെ പച്ചക്കളർ എങ്ങനെയായിപ്പോയത്. ഇത് ഞാൻ കുതിരാനായിട്ട് വെച്ചപ്പോൾ അതിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ടായില്ലേ, പച്ചക്കളർ അതിലേക്ക് എന്നാൽ അങ്ങനെ എന്തെങ്കിലും കളറ് മിക്സ് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണണ്ടേ. ഇനിയിപ്പോൾ അതൊക്കെ കറക്റ്റ് പച്ചയായിട്ട് തന്നെ ഇരുന്നതാണോ പുറത്തേക്ക് ബ്രൗൺ ആയിട്ട് കാണുവാണോ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാട്ടോ. ഇനി ഞാൻ വീണ്ടും യൂട്യൂബിലെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണമെന്ന് വിചാരിച്ചിരിക്കുക, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ അറിയാനായിട്ട്. എന്തായാലും ഞാൻ നല്ല ഭംഗിയിൽ പച്ച കളറിലുള്ളതൊക്കെ കാണിക്കാൻ വെച്ചിട്ടാണ് വീഡിയോ എടുത്തു തുടങ്ങിയത്. അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞപ്പോഴല്ലേ ആൾ മാറിപ്പോയത്. എന്തായാലും നമ്മളുടെ മസാലയൊക്കെ പിടിച്ച് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, തൊട്ടുവരട്ടി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണില്ല. അപ്പോൾ അതൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുത്ത് അവരെ വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.